അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത്. അനുമോള് തേച്ചത് കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ്. സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്നവർ കുറച്ച് പേരുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്, മൈൻഡ് ആക്കുന്നില്ല. അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിടത്തും എത്താറില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എന്താ പറയണ്ടേ, ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അപ്പൊ എനിക്ക് അവർക്ക് പുച്ഛം മാത്രമല്ല, എനിക്ക് ഒന്നും പറയാനില്ല, ഒന്നും ആവാറില്ല. അങ്ങനെ അതാ ഞാൻ പറഞ്ഞേ, അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞ് നമ്മൾ ലൈഫിൽ എടുത്തും എത്തത്തില്ല, അത്രേ ഉള്ളൂ. അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു, അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. ഭാവി പരിപാടികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ പറയാം. ആദ്യമേ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ല് പോവില്ലേ, ഇല്ലേ? ത്രില്ല് പോവും. അത് കാരണം ഞാൻ വഴിയെ പറയാം. എല്ലാ കാര്യങ്ങളും വഴിയെ അതിന്റെ ഒരു ടൈമിങ്ങിൽ പറയാം. എന്തായാലും അതായിരിക്കും നല്ലത്. സന്തോഷം. ഈ മുഹൂർത്തം ധന്യമായി തന്നെ ഇരിക്കട്ടെ. നമുക്ക് ധന്യമായി തന്നെ ഇവിടുന്ന് പിരിയാം. ഇവരെ രണ്ടുപേരെയും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് ബിഗ് ബോസ് ഫ്രെയിമിനകത്ത് കയറാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്കും ഞങ്ങൾക്കും അവർ പുറത്തു വരുമ്പോൾ ഇങ്ങനെ ഒരു വേദി ഒഴുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ആ വേദിയിൽ രണ്ടുപേരും വന്നു. ഈ സന്തോഷം നിലനിൽക്കട്ടെ. ഈ സന്തോഷത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി സമ്മാനദാനം കൊടുക്കലാണ്. അത് കഴിഞ്ഞ് അവർ ഇവിടുന്ന് വേദി വിടുന്നതാണ്. ഓക്കെ. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വരാന്ന്. അതെങ്ങനെ നോക്കി കാണുമ്പോൾ ഇനാഗ്രേഷൻ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ സ്റ്റാർ സിംഗറിലാണ് അവസാനമായിട്ട് കണ്ടത്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്ന് കാണാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് 100 ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ആളുകളായിട്ട് നമുക്ക് അതിനുള്ളിലെ ആളുകളായിട്ട് നമുക്കൊരു കണക്ഷൻ വരും, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും അനുമോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് ഇപ്പൊ ഉള്ളത്. ഇതിങ്ങനെ തന്നെ പോട്ടെ. അല്ലാലും ബിഗ് ബോസിന് ശേഷം അതുപോലെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങളെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ പേഴ്സണലി പരസ്പരം ഹേർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരാത്ത, ഒരു ഫ്രെയിമിൽ വരാത്ത, അല്ലെങ്കിൽ ഇനാഗ്രേഷനിൽ വരാത്ത എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം, ട്രിവാൻഡ്രത്തിന്റെ സ്നേഹം, ഇതൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ കൂടെ അനുണ്ട്. യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ